ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. കാല് മുറിച്ച് കളയാതെ ഇനി ഒരിക്കലും നടക്കാനാകില്ലെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയിട്ടും താൻ കുഞ്ഞുനാൾ മുതൽ കണ്ട് ഉറക്കം കെടുത്തിയ സിനിമ എന്ന സ്വപ്നം മുറുകെ പിടിച്ച് വർഷങ്ങൾക്ക് പുറം തമിഴിലെ മുൻനിര നായക നടനായിട്ട് മാറിയ ആളാണ് ചിയാൻ വിക്രം എന്ന കെന്നഡി ജോൺ വിക്ടർ. ഒരു പുതുമുഖ നടന് കെന്നഡി ജോൺ വിക്ടർ എന്ന വലിയ പേരിട്ട ആളുകൾക്ക് മനസ്സിലിരിക്കാൻ പാടായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്റെ സ്റ്റൈലിഷ് നെയിം വിക്രം എന്ന സിമ്പിൾ പേരിലേക്ക് മാറ്റിയാണ് വിക്രം സിനിമയിലേക്ക് വന്നത്. സിനിമയിൽ വന്ന് ഏകദേശം 10 വർഷം എടുത്തു അയാൾക്ക് ഒരു ബ്രേക്ക് ത്രൂ കിട്ടാനായിട്ട്. അതുവരെ തമിഴിലും മലയാളത്തിലും തെലുങ്കിലും എല്ലാം സൈഡ് റോൾസ് ചെയ്തിട്ടാണ് പിടിച്ചിരുന്നത്. 1999 വരെ വിക്രം തമിഴിൽ നായകനായിട്ട് ചെയ്ത ഒരു പടം പോലും വിജയിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാല എന്ന പുതുമുഖ ഡയറക്ടർ സേതു എന്ന സിനിമ വിക്രത്തിന് കൊടുക്കുന്നത്. കെന്നഡി ജോൺ വിക്ടറിൽ നിന്ന് വിക്രമായ പോലെ സേതുവിന് ശേഷം ആ സിനിമയിലെ ക്യാരക്ടർ നെയിമായ ചിയാൻ എന്ന പേരും സ്വീകരിച്ച് ചിയാൻ വിക്രമായിട്ട് മാറി. പിന്നീട് വമ്പൻ സിനിമകളിലും കിടു ഡയറക്ടേഴ്സിന്റെ ഒപ്പം എല്ലാം ചേർന്ന് അയാളുടെ കരിയർ വളർത്തിക്കൊണ്ടുവന്ന് ഹേറ്റേഴ്സ് ഇല്ലാത്ത നടനായിട്ട് മാറി ചിയാൻ വിക്രം. ഹാഫ് ഓഫ് രജനീകാന്ത്, ഹാഫ് ഓഫ് കമൽഹാസൻ, അങ്ങനെയാണ് അയാളെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത്. കാരണം തമിഴിൽ അക്കാലത്ത് യൂത്ത് ആക്ടേഴ്സ് ആയ വിജയ്, അജിത്ത്, സൂര്യ ഇവർക്ക് പക്ക കോമ്പറ്റീഷൻ ആയിരുന്നു വിക്രം. നെക്സ്റ്റ് കമൽഹാസൻ എന്ന് വരെ തമിഴ് ലോകം അങ്ങനെ വിളിച്ചു. ചുമ്മാ വിളിക്കുന്നതല്ല, പിതാമഹനും സേതുവും അന്യനും കാസിയും എല്ലാം ചെയ്ത് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ആ വിളി. അതുപോലെ സാമി, അന്യൻ, ജെമിനി, ദില്ല്, ധൂള് പോലുള്ള കിടിലൻ കൊമേഴ്ഷ്യൽ മൂവികളും ചെയ്തിട്ട് ഒരു സ്റ്റാർ മെറ്റീരിയലും ആയി തുടങ്ങിയിരുന്നു. അതായത് മോഹൻലാലിനെയും മമ്മൂട്ടിനെയും പോലെ അസാധ്യമായ അഭിനയ മികവും കൊമേഴ്ഷ്യൽ മാസ് ഹീറോ എലമെന്റ്സും രണ്ടും കൂടെ കലർന്ന ഇന്ത്യയിലെ ചുരുക്കം ആക്ടേഴ്സിൽ ഒരാളാണ് ചിയാൻ വിക്രം. പക്ഷെ പോകെ വിക്രത്തിന്റെ സിനിമകൾ തുടരെ പൊട്ടി തുടങ്ങി. 1999 മുതൽ 2005 വരെ അയാൾ ഉണ്ടാക്കിയ പേര് നിലനിർത്താനും സാമിയും ധൂളും ദില്ലും ജെമിനിയും അന്യനും കണ്ട് കൂടിയ ഫാൻസിനെ സംതൃപ്തിപ്പെടുത്താനും വിക്രത്തിന് പലപ്പോഴും കഴിഞ്ഞില്ല. യുവനടന്മാരിൽ വിജയും അജിത്തും ചെയ്യുന്ന പോലുള്ള കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യാനായിട്ട് മറ്റൊരാൾ, അതായിരുന്നു തമിഴന്മാര് വിക്രത്തിലൂടെ കണ്ടത്. ആക്ച്വലി സൂര്യയും ഉണ്ടായിരുന്നെങ്കിലും സൂര്യ കൊമേഴ്ഷ്യൽ മൂവികളേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് കഥയും അഭിനയ പ്രാധാന്യമുള്ള റോൾസ് ആയിരുന്നു. ഒരു പക്ഷെ നന്നായിട്ട് കരിയർ നോക്കിയിരുന്നെങ്കിൽ വിജയിനോടും അജിത്തിനോടും ഉള്ള പോലെ തമിഴ്നാട്ടിൽ ക്രേസ് ഉണ്ടാവേണ്ടിരുന്ന നടനായിരുന്നു വിക്രം, ചിലപ്പോൾ അതിനേക്കാളേറെ. എന്തുകൊണ്ടാണ് വിക്രത്തിന് ഈ ഒരു ഡൗൺഫാൾ വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഒന്നാമത്തെ റീസൺ ആണ് വിക്രത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ. നോർമലി നായകന്മാര് കഥ, സ്ക്രിപ്റ്റ്, ക്യാരക്ടർ ഈ 3 പോയിന്റിലാണ് മെയിൻ ആയിട്ട് നോക്കാറ്. പക്ഷെ വിക്രം ഫോക്കസ് ചെയ്യുന്നത് ക്യാരക്ടറിൽ മാത്രമാണ്. അതായത് നമുക്ക് പലപ്പോഴും വിക്രത്തിന്റെ പൊട്ടിയ സിനിമകൾ കാണുമ്പോൾ തോന്നും നല്ല മൂഞ്ചിയ പടമാണെങ്കിലും വിക്രം കിടുവായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. വിക്രത്തിന് മാക്സിമം തന്റെ ആക്ടിംഗ് കപ്പാസിറ്റി എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കി മാത്രമാണ് അയാൾ സിനിമകൾ സെലക്ട് ചെയ്യാറ്. ശങ്കറിന്റെ ഐ, മണിരത്നത്തിന്റെ രാവണൻ, കന്ദസ്വാമി, കോബ്ര, ഭീമ, തങ്ങളാൻ ഈ സിനിമകളിൽ മിക്സഡ് റിവ്യൂസ് വന്നവയും പൊട്ടിയ സിനിമകളും ഉണ്ട്. പക്ഷെ ഇതിലെല്ലാം വിക്രത്തിന്റെ ക്യാരക്ടർ കിഡുവാണ്. കാര്യം ക്യാരക്ടർ നോക്കിയിട്ടാണ് സിനിമ തിരഞ്ഞെടുക്കുന്നതെങ്കിലും അതിന് മറ്റൊരു ക്രൈറ്റീരിയ കൂടെ വിക്രം വെച്ചിട്ടുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതാണ് ഗെറ്റപ്പ് ചേഞ്ചസ്. വിക്രം നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമയെ പോലും നിങ്ങൾക്ക് ഒരേ ലുക്കോ അപ്പിയറൻസ് ഉള്ള ക്യാരക്ടേഴ്സിനെ കാണാനാവില്ല. എപ്പോഴും തന്റെ ക്യാരക്ടറുകളുടെ അപ്പിയറൻസിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഫാൻസി ഡ്രസ് നായകൻ എന്ന പേര് പോലും വിക്രത്തിന് വീണു. ഗെറ്റപ്പ് ചേഞ്ച് ഉള്ള ക്യാരക്ടർ കിട്ടിയ അങ്ങനെ ഒരിക്കലും മിസ്സാക്കാറില്ല. തന്റെ തുടക്കകാലം മുതൽ ഇപ്പോൾ വരെയും വിക്രം ഒരുപാട് പടങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. കാര്യം എല്ലാ നടന്മാരുടെ കരിയറിലും അങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഉണ്ടാവും. ദൃശ്യവും മെമ്മറീസും രാജാവിന്റെ മകനെല്ലാം മമ്മൂക്ക് ഉപേക്ഷിച്ചതാണ്. എന്തിരൻ കമലഹാസൻ ഉപേക്ഷിച്ചതാണ്. അതുപോലെ തന്നെ വിക്രം ഉപേക്ഷിച്ച പടങ്ങൾ വലിയ ഹിറ്റ് ആയിട്ടുണ്ട്. അജിത്ത് ഉപേക്ഷിച്ച പടങ്ങൾ നേരെ എത്തുന്നത് വിക്രത്തിന്റെ കയ്യിലേക്കായിരുന്നു. അജിത്ത് ഡിനേ ചെയ്ത പടങ്ങളായിരുന്നു ജെമിനിയും സാമിയും. അതുപോലെ വിക്രം ഡിനേ ചെയ്ത സിനിമകൾ ഒരുപാടുണ്ട്. ബോംബെ, കാക്ക കാക്ക, ഷാജഹാൻ, കോ, രാക്ഷസൻ, റോളക്സ് ക്യാരക്ടർ, ഇങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകൾക്ക് വിക്രമായിരുന്നു ചോയ്സ്. നിർഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാം. സോ ഇങ്ങനെയുള്ള ഗെറ്റപ്പ് ചേഞ്ചസ് വിക്രം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അത് നല്ല മടുപ്പായിട്ട് മാറി. വിക്രത്തിന്റെ എല്ലാ പടത്തിലും ഫാൻസി ഡ്രസ് ആണെന്നുള്ള ഒരു ഐഡന്റിറ്റി പോലും വീണു. അന്യന് ശേഷം കണ്ട എല്ലാവർക്കും ഇഷ്ടമായ സിനിമയായിരിക്കും ദൈവ തിരുമകള്. എന്റെ അഭിപ്രായത്തിൽ വിക്രത്തോളം ആ സിനിമ ചെയ്യാനായിട്ട് ആരും തന്നെ ഇന്ന് ഇന്ത്യൻ സിനിമയിലില്ല. വിക്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പുള്ളി ചെയ്തു വെച്ച ക്യാരക്ടർ വേറൊരാൾക്ക് ചെയ്യാനാകുമെന്ന് നമുക്ക് തോന്നുക പോലുമില്ല. പിതാമഹന്റെ ക്യാരക്ടറൊക്കെ വേറെ ആരെ കൊണ്ട് പറ്റും? അങ്ങേരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആണ് ഡെഡിക്കേഷൻ. ഐ സിനിമയ്ക്കും ദിൽ സിനിമയ്ക്കും സേതുവിനും തങ്കളാനും എല്ലാം വേണ്ടിയിട്ട് വിക്രം എടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വോയിസും സൗണ്ട് മോഡുലേഷനും. ആദ്യകാലങ്ങളിൽ വിക്രം അജിത്തിനും പ്രഭുദേവിക്കും അബ്ബാസിനും ഒക്കെ വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അതും പുള്ളി ആക്റ്റീവ് ആയിരുന്ന സമയത്ത് തന്നെ. അന്യൻ സിനിമയിൽ 3 ക്യാരക്ടറിന് വേണ്ടി ചെയ്ത 3 സൗണ്ട് മോഡുലേഷന് ആ ഡയലോഗ് ഡെലിവറി എല്ലാം കിഡുവാണ്. 3ഉം ചെയ്തത് 3 ആളാണെന്നേ തോന്നുള്ളൂ. ചെറുതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഡൗൺഫാളിന് മറ്റൊരു റീസൺ കൂടെ പറയാം. സേതു, ജെമിനി, ധ്രുവ നക്ഷത്രം പോലുള്ള സിനിമകൾ ഒരുപാട് ടൈം എടുത്താണ് ഷൂട്ട് ചെയ്തതും റിലീസായതും. അതിന് ധ്രുവ നക്ഷത്രം റിലീസ് പോലും ചെയ്തിട്ടില്ല. 45 ദിവസത്തോളം ഷൂട്ട് ചെയ്ത കരികാലൻ എന്ന സിനിമ ഡ്രോപ്പ് ചെയ്ത അവസ്ഥയും വിക്രത്തിന്റെ കരിയറിലുണ്ട്. വിക്രത്തിന്റെ സിനിമകൾ നല്ല ഗ്യാപ്പ് എടുത്തിട്ടാണ് റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. പല വർഷങ്ങളിലും, അതായത് അങ്ങനെ തിളങ്ങി നിന്ന സമയത്ത് പോലും വർഷങ്ങൾ ഗ്യാപ്പ് എടുത്തിട്ടാണ് സിനിമകൾ വന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ പൊതുവേദികളിലും പരസ്യങ്ങളിലും ഒന്നും പ്രത്യക്ഷപ്പെടാതിരുന്നത് അങ്ങേരുടെ പോപ്പുലാരിറ്റി കുറയാനുള്ള കാരണങ്ങളായിരുന്നു. അന്യൻ, ദേവതിരുമകൾ, സാമി, രാവണൻ, ഐ, മഹാൻ എന്നീ സിനിമകളാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വിക്രം സിനിമകൾ. നിങ്ങളുടെ ഫേവറേറ്റ് ഏത് സിനിമകളാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഒരു കംബാക്ക് കിട്ടേണ്ട ഷുവർ ഷോട്ട് പടമായിരുന്നു മഹാൻ. പക്ഷെ അത് OTT ഇറങ്ങിയത് കൊണ്ട് അതും ഇല്ലാതായി. മഹാനിൽ
വിക്രത്തിന്റെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. വിക്രത്തിന്റെ ഫാൻസ് പവറിന് ഒരു മംഗലും വന്നിട്ടില്ല എന്നതിന്റെ ഉദാഹരണമായിരുന്നു കോബ്രയ്ക്ക് കിട്ടിയ ഫസ്റ്റ് ഡേ കളക്ഷൻ. ചുരുക്കി പറഞ്ഞ അഭിനയ പ്രാധാന്യമുള്ള റോള് വന്ന ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആളുകളിൽ ഒരാളായിരിക്കും ചെയ്യാം വിക്രം. സോ ഇനിയും ഗെറ്റപ്പ് ചേഞ്ചസ് നോക്കി ഫാൻസി ഡ്രസ് കളിക്കാതെ കിഡു കൊമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വിജയുടെയും അജിത്തിന്റെയും എല്ലാം ഗ്യാപ്പിലേക്ക് കയറി വരാൻ സാധിക്കുന്ന ആള് തന്നെയാണ് വിക്രം. അഭിനയിക്കാൻ അറിയില്ല എന്ന് ചീത്തപ്പേരുമില്ല. നിങ്ങളുടെ അഭിനയം നമുക്കറിയാവുന്നതാണ്. ഒരു നാഷണൽ അവാർഡും 2 തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡൊക്കെ പുള്ളിയുടെ വീട്ടിലിരിപ്പുണ്ട്. സോ ഇനി അണ്ണനാണെങ്കിൽ അഭിനയത്തിൽ ഒന്നും തെളിയിക്കാനുമില്ല. മാക്സിമം കൊമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്തിട്ട് പോയ സ്റ്റാർഡം വീണ്ടെടുക്കുക. അതിനിടയിൽ അഭിനയ പ്രാധാന്യമുള്ള ചില ചിത്രങ്ങളും ചെയ്തു പോവുക. ഫാൻസി ഡ്രസ് മാക്സിമം ഒഴിവാക്കുക. ഇതാണ് വിക്രത്തിന് കൊടുക്കാനുള്ള എന്റെ അഡ്വൈസ്. ഒരു കാര്യം കൂടെ, കുറച്ച് ദിവസം മുന്നേ കൈദി കണ്ടപ്പോൾ തോന്നിയതാണ്. കൈദി വിക്രം ചെയ്തിരുന്നതിൽ എന്തായിരിക്കും അവസ്ഥ? കാർത്തിക്ക് മുകളിൽ വരുമോ അതോ കാർത്തി ആയിരിക്കുമോ ബെസ്റ്റ്? അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരവും വിക്രത്തിനെ പറ്റിയുള്ള അഭിപ്രായവും കമന്റിൽ പറയുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.